കേരളത്തിലെ എല്ലാ RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലീഡേഴ്സിനും എല്ലാം നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ വന്ന് കേരളത്തിലെ ലീഡേഴ്സിനോടെല്ലാം ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം തന്ന എല്ലാ നല്ലവരായ കേരളീയർക്കും നമസ്കാരം. എന്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാനും മൂർത്തി സാറും രാജൻ സാറും ഒക്കെ ഞങ്ങള് ബാംഗ്ലൂരില് ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചു കാലം. അങ്ങനെയാണ് നമ്മൾ ഈ RCM തുടക്കകാലത്തിൽ ഒരുമിക്കാനും ഈ ബിസിനസ് കേരളത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ കേട്ടാലല്ലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ പറഞ്ഞ പാടെ ഇത് ഏറ്റെടുക്കാൻ മൂർത്തി സാർ തയ്യാറായി, രാജൻ സാർ തയ്യാറായി. അതോടൊപ്പം ഞാൻ കേരളത്തിലേക്ക് ഒരു എൻട്രി വെച്ച സമയത്ത് കേരളത്തിൽ കാല് വെക്കാനൊക്കെ ഒരു അവസരം നമുക്ക് സുജിത് സാർ തന്നതുകൊണ്ടും ഒരു ഗ്രോത്ത് ആ സമയത്ത് നമുക്ക് കേരളത്തിലുള്ള ഇന്ന് കേരളത്തിലെ എല്ലാ ആളുകളും എൻജോയ് ചെയ്യുന്ന ഈ ഒരു RCM എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങാനുള്ള ഒരു അവസരം അതുകൊണ്ടാണ് സാധിച്ചെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു RCMന്റെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ RCM എത്തുന്നൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം തുടക്കത്തിലൊന്നും കമ്പനിയിൽ പോയിട്ടില്ല, പറഞ്ഞു പ്ലാനോ പ്രൊഡക്റ്റോ ഒന്നും പറഞ്ഞു തരാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു ബിസിനസിനെ ഇങ്ങനെ ഒന്ന് എത്തിക്കാൻ പറ്റുന്നോ? ഇത് കോടിക്കണക്കിന് രൂപയുടെ, ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 കോടിയുടെ ബിസിനസ്സാണ് ഒരു മാസം നടക്കുന്നത്. കേരളത്തിൽ ഓരോ ഡിപ്പോയിലും 2-2.5 കോടിയുടെ ബിസിനസ്സാണ് ഒരു മാസം. അപ്പൊ 4 ഡിപ്പോ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10 കോടിയുടെ ബിസിനസ് കേരളത്തിൽ തന്നെ ഒരു മാസം നടക്കുന്നത്. അപ്പം 10 തമിഴ്നാടും ഒറീസയും ഒക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ 10-15 കോടിയുടെ ബിസിനസ്സാണ് ഒരു മാസം പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഈ ബിസിനസ്സിനെ എത്തിക്കാൻ സാധിക്കുമെന്നൊന്നും അന്നത്തെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് ഇതിനെ എങ്ങനെ 5000 ബിസിനസ് വോളിയത്തിൽ എത്തിക്കാം എന്നുള്ളതായിരുന്നു. ഒരാളെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പൊ ഇതൊക്കെ വലിയൊരു ടാസ്ക് ആയിരുന്നു തുടക്കകാലത്ത്, വലിയ ടാസ്ക്. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1-ാം തീയതി കഴിയുമ്പോൾ തന്നെ ടെക്നിക്കൽ അച്ചീവറിന്റെ ലെവലിലേക്ക് എത്തുകയാണ്. മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം രാത്രി ക്ലോസ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ അച്ചീവറായി. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് എമറാൾഡ് ഒക്കെ ആയി കഴിഞ്ഞു. അപ്പം ആ ഒരു ലെവലിലേക്കാണ് ബിസിനസ് ഗ്രോ ചെയ്തു പോയത്. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ബിസിനസ് വോളിയം കയറുന്നു, കുളിക്കാൻ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും 5 ലക്ഷം വോളിയം കയറി, കുളിക്കുന്ന സമയത്ത് വോളിയം കയറുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വോളിയം കയറുന്നു, കിടന്നുറങ്ങുമ്പോൾ വോളിയം കയറുന്നു. അപ്പൊ ഇതൊക്കെ സാധിക്കാൻ പറ്റിയത് ഈ ബിസിനസിന്റെ ടീം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകൾ ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ. ഗിരീഷ് എന്ന് വളരെ ഗംഭീരമായിട്ട്, ഗിരീഷിന്റെ ഡ്രീം ലീഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ അതേപോലെയുള്ള എമറാൾഡ് ലീഡേഴ്സ്, ആരെയും പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോ ലീഡേഴ്സിനും എമറാൾഡ് ലെവലിലെ എമറാൾഡ്സ് ടെക്നിക്കൽ അച്ചീവേഴ്സ് എല്ലാം ഇന്ന് അതിഗംഭീരമായ ഒരു എഫേർട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ബിസിനസ്. ഇന്ത്യ മൊത്തം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വൈ ഷുഡ് ഓൾ RCM, വൈ ഷുഡ് ഓൾ ഡു RCM, എന്തുകൊണ്ട് RCM എല്ലാവരും ചെയ്യണമെന്നാണ് ഇന്നത്തെ സബ്ജക്ട് ഡയമണ്ട് സാർ കൊണ്ടുവരുന്നത്. അതൊരു പുത്തൻ സബ്ജക്റ്റ് ആണ്. അപ്പം ഇന്ന് 11 മണിക്ക് പ്രോഗ്രാം ഉണ്ട്, വൈകുന്നേരം 5 മണിക്ക് ആന്ധ്രാപ്രദേശുമായിട്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രോഡക്റ്റിന് രാവിലെ പറഞ്ഞ പോയിന്റ് അല്ല ഇന്ന് വൈകുന്നേരം സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെല്ലാം വൈകുന്നേരത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ വേറെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് കിട്ടും. നാളെ 3 മണിക്ക് കർണാടകയുടെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതും അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് അദ്ദേഹം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വൈ ഷുഡ് എവ്രി വൺ ഡു RCM, എന്തുകൊണ്ട് എല്ലാവരും RCM ചെയ്യണം. ഇന്നിപ്പോ ഈ ഒരു അവസരം എനിക്ക് തന്നുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ പോയിന്റ്, മെയിൻ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് എല്ലാ കംപ്ലീറ്റ് ബിസിനസ് സംരംഭങ്ങളും ഇന്ന് സ്റ്റക്കപ്പ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു അവസരത്തിൽ RCM ആളുകൾക്ക് ബേസിക്കലി എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഓരോ ദിവസവും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊറോണ വരുന്നതിന് മുമ്പ് ഫ്രീ ആയ ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമില്ല, ഫ്രീ ആയിട്ടുള്ള ദിവസം എന്നല്ല, ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പറയണം. കാരണം രാത്രി 8 മണിക്കും 10 മണിക്കും ഒക്കെ മീറ്റിംഗ് ആണ്. അപ്പൊ ഇന്ന് ഈ സൂം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ആളുകൾ മൊത്തം ലോകം സ്റ്റക്കായി മരവിച്ച് ഇനി മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന ഈ ഒരു അവസരത്തില് RCMന്റെ ആളുകൾ മൊത്തം തിരക്കില്ല, ഒരു മിനിറ്റ് പോലും ഒഴിവില്ല.
ഒഴിവില്ലാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ഒന്ന് ക്വാളിറ്റി. ഇന്ന് നമ്മളെ പ്രൈം മിനിസ്റ്റർ പറയുന്നു ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം. നമ്മൾ 10-20 വർഷമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇന്ത്യൻ പ്രൊഡക്റ്റുകളും ആരോഗ്യത്തിന് ഹെൽത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളുടെ TV മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വരുന്ന സംഭാഷണങ്ങൾ മൊത്തം ആളുകളുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംസാരിച്ച് വരുമ്പോഴത്തേക്കും അത് ആർസിയുമായിട്ട് വളരെ വളരെ മെർജ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ഈ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. അവരൊന്നും ഇമ്മ്യൂണിറ്റിയുടെ അടുത്തേക്ക് നല്ല ഫുഡ് അവിടെ കിട്ടുന്നുള്ളത് ആർക്കും ഐഡിയ കിട്ടാത്ത ഒരു അവസരത്തിൽ നമ്മൾ ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാജൻ സാറിന്റെയൊക്കെ ഡോക്ടർ രാജൻ സാറിന്റെയൊക്കെ മീറ്റിംഗിൽ അല്ലെങ്കിൽ സുഭാഷ് സാറൊക്കെ അവതരിപ്പിക്കുന്ന മീറ്റിങ്ങുകളിൽ അദ്ദേഹം അവരെല്ലാവരും പ്രതിപാദിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ടു ലിവ് വിതൗട്ട് മെഡിസിൻസ്, മരുന്നുകളില്ലാതെ എങ്ങനെ ജീവിക്കാം. അപ്പൊ നമ്മള് RCM എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സന്ദർഭം വരുമെന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടൊന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾക്ക് ഉള്ള ഒരു കൺസെപ്റ്റാണ് RCM. ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾ മാത്രമേ ഇതിൽ നിൽക്കുള്ളൂ, ബാക്കിയുള്ള ആളുകളെല്ലാം പുറത്തു പോകും. എന്തെങ്കിലും ജീവിതത്തിൽ പാപോ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് RCM നിൽക്കാൻ സാധിക്കില്ല, അവർ ഓട്ടോമാറ്റിക്കലി പുറത്തു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, RCM എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ പമ്പ് അല്ല, ഒരു ഫിൽട്ടർ ആണെന്ന് പറയാറ്. സെക്ഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വലിച്ചെടുക്കും. ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഫിൽട്ടർ ചെയ്ത് പുറത്തു കളയും. അപ്പൊ RCM എന്ന് പറയുന്നത് ഒരു ഫിൽട്ടറാണ്. നമ്മൾ ഇതിനകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനായിരിക്കണം, ഒരു മനുഷ്യത്വം നമ്മൾ ഉണ്ടാവും. അതാണ് വളരെ വളരെ പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത്. ബാക്കിയുള്ള ഏത് കൺസെപ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഏത് കൺസെപ്റ്റ്, എനി കൺസെപ്റ്റ്, എല്ലാവരും ആളുകളെ ചൂഷണം ചെയ്യുന്ന കൺസെപ്റ്റ്. അവരവരുടെ നിലനിൽപ്പും അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലുള്ളതിനെ പിഴിഞ്ഞെടുക്കുന്ന കൺസെപ്റ്റുകളാണ് പലതും. അതിനകത്ത് പല മോട്ടിവേഷൻസ് ആണ്. ഫോറിൻ ട്രിപ്പും കാർ ടൂറും മറ്റേ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് വലിയ വലിയ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയത്തിലൊക്കെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് കൺസെപ്റ്റുകളായിരുന്നു പലതും. RCM എന്റെ ഒന്നും ആവശ്യമില്ല. RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിന്റെ വരാന്തയിലിരുന്ന്, ഞാനൊക്കെ RCM കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ റോഡില് ഈ ഫീൽഡുകളിൽ, അതായത് ഹരിസഞ്ജീവനി പ്രൊമോഷൻ ചെയ്യണമെന്നാണ് നമ്മൾ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയത്തിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൃഷിക്കാരെ എവിടെയാ കിട്ടുക? വയലിലാണ് കിട്ടുക, വയലുകളിലാണ് കിട്ടുക. അവര് കൃഷിക്കാരെയൊക്കെ നമ്മൾ വയലുകളിൽ വെച്ച് കണ്ടിട്ട് RCM പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. വയലുകളിൽ ഇന്ന് ആ വയലിൽ കൃഷി തോട്ടങ്ങളിൽ ജോയിൻ ചെയ്ത ആളുകൾ ഇന്ന് ടെക്നിക്കൽ അച്ചീവേഴ്സ് ആണ്. അപ്പോ RCM അത്ര സിമ്പിൾ ആണ്. നമുക്ക് ഇങ്ങനെ മറ്റു നെറ്റ്വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലൊരു വ്യക്തി ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് എല്ലാവരും പൊളിറ്റീഷ്യൻസിനെയാണല്ലോ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം സ്വാധീനിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനെ പോയി കണ്ടു. അങ്ങനെ പൊളിറ്റീഷ്യനെ പോയി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം, അപ്പൊ അതിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാറ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഒരു കാറ്, ഒരു ഗിഫ്റ്റ് ആയിട്ട്. പൊളിറ്റീഷ്യൻ പറഞ്ഞു, നോ, സി, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് ഞാൻ ഒരു കാര്യങ്ങളും വാങ്ങാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ തരും, അപ്പൊ അത് താങ്കൾ സ്വീകരിക്കണം എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല, ഫ്രീ ആയിട്ട് സാറിന് തന്നാണ്, എന്റെ കാര്യം ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി. അതായത് ഞാൻ അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യൻ അല്ല. അപ്പൊ ഈ കൊണ്ടുവന്ന ആള് പറഞ്ഞു, എന്നാ പിന്നെ സാർ എനിക്ക് 1 രൂപ തന്നേക്കാം. അങ്ങനെ ഇദ്ദേഹം പൊളിറ്റീഷ്യൻ പോക്കറ്റിൽ കൈയിട്ട് 2 രൂപ എടുത്തു. അപ്പം കാറ് കൊണ്ടുവന്ന ആള് പറഞ്ഞു, സാറേ എന്റെ കയ്യില് 1 രൂപ തിരിച്ചു തരാൻ ചേഞ്ച് ഇല്ലല്ലോ. അപ്പം പൊളിറ്റീഷ്യൻ പറഞ്ഞു, പ്രശ്നമാക്കണ്ട, എനിക്കൊരു കാറും കൂടി തന്നാൽ മതി, എന്റെ ഭാര്യയ്ക്ക് ഒരു കാർ വേണം. അപ്പൊ 1 രൂപയ്ക്ക് ഒരു കാറാണല്ലോ, അപ്പൊ 2 കാറ് തന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് അവരുടെ കയ്യിലുള്ളതിനെ മാക്സിമം വശത്താക്കിക്കൊണ്ട് മറ്റുള്ളവരെ അടിച്ചു താത്തിക്കൊണ്ട് വളരുന്ന കൺസെപ്റ്റുകൾ ഇന്നെല്ലാം നിന്നു. ഇന്ന് ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് മനുഷ്യത്വം മനസ്സിലുള്ള മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഒരു സർവീസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു RCM എന്ന് പറയുന്ന ബിസിനസ് ഉണ്ട്. ഇന്ന് നമുക്ക് സുരേന്ദ്ര വട്സാറിന്റെ സ്പെഷ്യൽ സെഷൻ ആണ് ഇന്നുള്ളത്. വട്സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യയുടെ ലീഡറാണ് അദ്ദേഹം. അത്രയ്ക്കും നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളോടൊപ്പം നിന്ന്
ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനും രഞ്ജിത്ത് സാറും മൂത്ത് സാറും നമ്മൾ സുജിത്ത് സാറും ഒക്കെ കൂടി നമ്മളെല്ലാം കൂടി നിന്ന് ഒരു ചെറിയ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഒരു ചെറിയ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന വട്സാറാണ് നമുക്കിന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഡയറക്ഷനാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സബ്ജക്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വട്സ് സർജി आपका इंतजार में हम पूरे केरला शायद all South India सभी every person is in this Zoom meet now. तो आपको हार्दिक स्वागत. तो आपको इनवाइट करने का बहुत बड़ा मौका केरला की तरफ से मुझे मिला है. So I am very lucky to invite you. Sir, welcome to Kerala meeting. Thank you so much, Gopa sir. Thank you so much, Kerala team, for giving me this opportunity to interact. India's #1 RCM team, #1 in education, #1 in commitment, #1 in ethics, #1 in volume. So in every field you are #1, and I am proud to be a part of #1 team's part. Thank you so much. So Murthy ji, are you ready? Sir, ready sir. Today I am much excited. मैं आज बहुत जोश में हूं, तो आपको भी जोश में रहना पड़ेगा. Yes sir, full जोश. That's great, wonderful. So because today आज का जो टॉपिक है ना, वो मेरा फेवरेट टॉपिक है कि हर व्यक्ति को RCM क्यों ज्वाइन करना चाहिए. Yes. So I am 100% convinced. That's why I convey my message to all people. Thank you sir. Shall I translate? Yeah, that will be better. Let's start. ഇന്ന് ഞാൻ വളരെയധികം ഉത്സാഹഭരിതനാണ്. കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് RCM ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോടൊപ്പം ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. സർ, जैसा कि मैं जानता हूं कि आज की मीटिंग में बहुत सारे नए साथी भी हमारे बीच में हैं, उनको जस्ट मैं अपना थोड़ा सा परिचय देना चाहता हूं कि मेरा नाम सुरेंद्र वत्स है. मैं एक ऑर्डिनरी व्यक्ति हूं. एक मिडिल क्लास फैमिली में मेरा जन्म हुआ. मेरे फादर टीचर थे, मदर हाउसवाइफ थी. बहुत सारे चैलेंजेस के साथ में हम लोगों ने एजुकेशन लिया और 1996 में मैंने दिल्ली यूनिवर्सिटी से पोस्ट ग्रेजुएशन किया. केरला के गुरुवायूर केंद्रीय संस्कृत विद्यापीठ से मुझे बीएड करने का गौरव प्राप्त हुआ, जिसे मैं बहुत प्राउडली मैं बोलता हूं. और लाइफ में बहुत संघर्ष था, कुछ बड़ा करना चाहता था, कोई रास्ता नहीं था. और उस समय जब मैं केबल टीवी का बिजनेस कर रहा था, मुझे एक होम मीटिंग में RCM बिजनेस का प्लान दिखाया गया. ഇന്ന് കുറച്ചാളുകളെങ്കിലും ഇതില് പുതിയതായിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേന്ദ്ര വട്സ് എന്നാണ്. ഞാൻ ഹരിയാന സ്വദേശിയാണ്. ഡൽഹിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗുരുവായൂർ സംസ്കൃത വിദ്യാപീഠത്തിൽ നിന്ന് എനിക്ക് സംസ്കൃതത്തിൽ BEd പഠിക്കാൻ അവസരം കിട്ടി. അങ്ങനെ എനിക്ക് കേരളവുമായിട്ട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിനുശേഷമാണ് ഞാൻ ഒരു അധ്യാപന ജോലിയിലൂടെ വന്നെങ്കിലും കേബിൾ TV ബിസിനസ്സിലേക്ക് വരാനിടയായി. അതിനുശേഷം അങ്ങനെ ആ കേബിൾ TV ബിസിനസ് ചെയ്യുന്ന സമയത്താണ് RCM എന്ന് പറയുന്ന ഒരു അവസരം, ഒരു ചെറിയ ഹോം മീറ്റിംഗിലൂടെ എനിക്ക് പരിചയപ്പെടാൻ അവസരം ഉണ്ടായത്. जब मैंने इस बिजनेस को ज्वाइन किया, मैंने ये महसूस किया कुछ टाइम के बाद में कि मैं इस बिजनेस के लिए अनफिट हूं, क्योंकि मैं बहुत संकोची था. किसी से मिलना, बातचीत करना, ये मेरे लिए बहुत मुश्किल का काम था. सो मुझे लगा कि मैं इस बिजनेस में शायद कामयाब नहीं हो पाऊंगा. लेकिन इस बिजनेस के सीनियर लीडर्स और एजुकेशन का परिणाम ये है कि धीरे धीरे मैं इस बिजनेस में आगे बढ़ता रहा, इसको सीखता रहा. और उस सीखने के का असर ये रहा कि धीरे धीरे मुझे लेवल्स मिले इस बिजनेस में. जैसे आप बहुत सारे लोग अभी 10% के लेवल पे हैं, 12% के लेवल पे हैं. सो ऐसे ये जो छोटी छोटी सीढ़ियां हैं, ये सीढ़ियां क्रॉस करते हुए और मैं धीरे धीरे इस बिजनेस पे डायमंड के लेवल पे, डायमंड के पिन पे पहुंच गया हूं. RCM ജോയിൻ ചെയ്ത സമയത്ത് വളരെ ഉത്സാഹം ഉണ്ടായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ ഇതിലൊട്ടും അനുയോജ്യനായ വ്യക്തിയല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി. എന്നാൽ
നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഇതിനെ പതുക്കെ പതുക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ചെറിയ സ്റ്റെപ്പുകളും കയറി കയറി ഇന്ന് ആർസിഎമ്മിലെ ഏറ്റവും ഉയർന്ന പിന്നായിട്ടുള്ള ഈ ഡയമണ്ട് എന്ന് പറയുന്ന പിന്നിൽ വരെ എനിക്ക് എത്താൻ കഴിഞ്ഞു. और मेरा ये मानना है कि कोई भी व्यक्ति जब आरसीएम बिजनेस में ज्वाइन करता है तो वो आरसीएम बिजनेस का ये वाला पिन, डायमंड वाला पिन ले सकता है और अपनी जिंदगी के सारे सपने पूरे कर सकता है। उसी सोच के साथ मैं ये मानता हूं कि जो लोग आज इस मीटिंग का हिस्सा हैं वो अगर चाहें वो सारे के सारे लोग आरसीएम बिजनेस के डायमंड बन सकते हैं। और उसी रूप में मैं आप सबका स्वागत करता हूं आज की इस मीटिंग में। അപ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും സാധാരണക്കാരനെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾക്കും എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോലും ഡയമണ്ട് ആകാൻ കഴിയുമെന്നുള്ളത് എന്റെ അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് നിങ്ങൾ എല്ലാവരെയും അങ്ങനെ ഒരു ഡയമണ്ട് ആകാനും അതിലൂടെ ജീവിതത്തിന്റെ അനന്തമായ സാധ്യതകൾ അനുഭവിക്കാനും ആസ്വദിക്കാനും ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുള്ള മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. आरसीएम बिजनेस की सोच ये है कि आपका जन्म कहां पे हुआ है, आपकी कितनी एजुकेशन है, आप कहां पे रहते हैं, आपका बैंक बैलेंस कितना है, उन सब चीजों का कोई फर्क नहीं है आरसीएम बिजनेस में। फर्क सिर्फ इस बात से पड़ेगा कि आप अगले 5 साल और 10 साल में आरसीएम बिजनेस के माध्यम से अपने आप को कहां पे देखना चाहते हैं। ഇത് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നോ, എവിടെ ജനിച്ചവരാണെന്നോ, നിങ്ങളുടെ പശ്ചാത്തലം എന്താണെന്നോ, സാമ്പത്തിക ശേഷി എന്താണെന്നോ ഒന്നും വിഷയമല്ല. അടുത്ത 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു, എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഓരോരുത്തരുടെയും തീരുമാനമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. आरसीएम द बिजनेस ऑफ 21st सेंचुरी। आरसीएम बिजनेस में इतना पोटेंशियल है कि ये 21वीं सदी में एक बहुत बड़ा बदलाव लाने की संभावना रखता है, स्पेशली इंडिया में। ആർസിഎം ബിസിനസ് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അവസരമായിട്ട് കാണുന്നു. അത് ഏറ്റവും വലിയ അവസരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. रॉबर्ट टी कियोसाकी ने एक पुस्तक लिखी है द बिजनेस ऑफ द 21st सेंचुरी, और इस पुस्तक में उन्होंने कहा है कि जो नेटवर्क मार्केटिंग मॉड्यूल को जो कंपनियां अपनाएंगी, जो लोग अपनाएंगे, वो लोग बहुत बड़ा काम करेंगे और 21वीं सदी का ये सबसे बड़ा चेंज होने वाला है। റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന ഒരു വിഖ്യാത എഴുത്തുകാരൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ മുൻകൂട്ടി കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മാറ്റം ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരുമെന്ന്. आरसीएम बिजनेस डायरेक्ट सेलिंग के नेटवर्क मार्केटिंग के मॉड्यूल को काम करता है, इसलिए डायरेक्ट सेलिंग बिजनेस 21वीं सदी का सबसे बड़ा बिजनेस बनेगा। बस आपके पास में एक विजन होना चाहिए, वो दूरदृष्टि होनी चाहिए, आपको दिखना चाहिए। ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആർസിഎം ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. ഡയറക്ട് മാർക്കറ്റിംഗിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ദീർഘദൃഷ്ടി ഉള്ളവരായിരിക്കണം. ആനുകാലിക വിഷയങ്ങൾ മാത്രമല്ല, ഭാവിയെ കുറിച്ചുകൂടെ ഇതുമായിട്ട് തുലനം ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയും. हमें अपनी फिजिकल आईज से जो दिखता है वो बहुत ज्यादा महत्वपूर्ण नहीं होता, अपितु हमें हमारी अंतर्दृष्टि से जो दिखता है वो हमेशा वैल्यूएबल होता है। നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിന് അല്ല, മറിച്ച് നമുക്ക് ബുദ്ധി കൊണ്ട്, നമ്മുടെ ഭാവന കൊണ്ട്, ദൂരക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയുന്നതിനാണ് ഏറ്റവും വലിയ പ്രസക്തി. सो आरसीएम बिजनेस उन लोगों के लिए बना है जो लोग 5 साल और 10 साल के बाद में क्या होने वाला है, क्या संभावनाएं हैं, उसको महसूस कर सकते हैं। അതുകൊണ്ട് ആർസിഎം ഇന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നവർക്കല്ല, മറിച്ച് 5 വർഷത്തിന് ശേഷം എനിക്ക് എന്താവണം, 10 വർഷത്തിന് ശേഷം എനിക്ക് എന്താകണം എന്ന് അങ്ങനെ
വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അവസരമാണ്. आरसीएम बिजनेस की शुरुआत मात्र एक प्रोडक्ट से अगस्त 2000 में हुई थी. ആർസിഎമ്മിന്റെ തുടക്കം 2000 ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. കേവലം ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. हमारा जो मेन कंपनी का नाम है वो है फैशन शूटिंग प्राइवेट लिमिटेड, और फैशन शूटिंग 1977 से टेक्सटाइल के बिजनेस में थी और उनके अपने कपड़े के मैन्युफैक्चरिंग यूनिट्स थे. उन मैन्युफैक्चरिंग यूनिट्स में जो वो कपड़ा ट्रेडिशनल मार्केटिंग में सेल किया जा रहा था, वही कपड़ा, वही पैंट पीस डायरेक्ट सेलिंग के माध्यम से सेल करना शुरू किया था. നമ്മുടെ ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന കമ്പനിയുടെ പേര് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവേറ്റ് ലിമിറ്റഡ് എന്നാണ്. 1977 മുതൽ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇങ്ങനെ തുണി ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഫാൻ ബേസ് ആണ് ആർസിഎമ്മിന്റെ ആദ്യത്തെ ഉൽപ്പന്നമായിട്ട് ലഭിച്ചിരുന്നത്. नए कंपनी के पास में सिर्फ एक डिस्ट्रीब्यूटर था उस समय, एक प्रोडक्ट था, एक सेंटर था. केवल मात्र भीलवाड़ा में कोई एजुकेशन सिस्टम नहीं था, कोई दूसरे प्रोडक्ट नहीं थे, कोई एक्सपीरियंस नहीं था, कुछ नहीं था. लेकिन आज 20 सालों में हमारे पास में बहुत सारी चीजें आ गई हैं. അന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ കമ്പനിയുടെ, അതായത് ഈ ഒറ്റ കമ്പനിയുടെ ഒരേ ഒരു പ്രൊഡക്റ്റ്, ഒരേ ഒരു ഡെലിവറി സെന്റർ, ഇതിനെക്കുറിച്ച് ഒറ്റ ഡിസ്ട്രിബ്യൂട്ടർ, ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നവരോ ട്രെയിനിങ് സിസ്റ്റമോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എന്നാൽ ഇന്ന് 20 വർഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമുക്ക് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളൊന്നുമില്ല. എല്ലാ സമസ്ത മേഖലയിലും നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ വളർന്നിരിക്കുന്നു. अगर आपके नजदीक के पिकअप सेंटर पे सारा प्रोडक्ट आपको नहीं मिल रहा है, आप परेशान मत होइए, अपलाइन से शिकायत मत कीजिए कि प्रोडक्ट अवेलेबल नहीं है. केरला में जब हम लोगों ने बिजनेस स्टार्ट किया, पूरे केरला में कहीं कोई डिपो नहीं था, कोई पिकअप सेंटर नहीं था. नजदीकी अगर कोई पिकअप सेंटर था तो वो पिकअप सेंटर था बेंगलोर में. നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, നിങ്ങൾ ആരും പരാതി പറയണ്ട. കാരണം നമ്മുടെ വളർച്ച, നമ്മുടെ നേട്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിൽ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നില്ല, ഡിപ്പോ ഉണ്ടായിരുന്നില്ല, പ്രൊഡക്റ്റ് ഒട്ടും തന്നെ കിട്ടാനുണ്ടായിരുന്നില്ല. അന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുറേശ്ശെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാണ് നമ്മളിത് ആളുകൾക്ക് പരിചയപ്പെടുത്തിയത്. गोपा कुमार जी बेंगलोर में बस के अंदर में प्रोडक्ट को पैक करके रखते थे और कैलिकट में उसको सुजीत, जेपी सर, ये लोग उसको प्रोडक्ट को बस से लेते थे और फिर उसको डिस्ट्रीब्यूट किया जाता था डिस्ट्रीब्यूटर्स में. लेकिन आज केरला में बहुत सारे पिकअप सेंटर्स हैं और बहुत अच्छी सेल हम लोग कर पा रहे हैं. എന്നാൽ അന്ന് പ്രൊഡക്റ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഗോപകുമാർ സാർ ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങി പാക്ക് ചെയ്ത് കേരളത്തിലേക്കുള്ള ബസ്സിൽ കൊടുത്തുവിടും. ഇവിടെ നമ്മുടെ സുജിത് സാറും പ്രിയപ്പെട്ട JP സാറും ഒക്കെ കോഴിക്കോട് നിന്ന് കളക്ട് ചെയ്ത് ഇവിടെയുള്ള ആളുകൾക്ക് കുറേശ്ശെ കൊടുത്ത് പരിചയപ്പെടുത്തുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. सो आपने ये विजन लेना है कि जब 20 साल में इतने सारे प्रोडक्ट और इतना बड़ा नेटवर्क हो सकता है, तो अगले 20 साल में और क्या हो सकता है? കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇത്ര വളർച്ച നേടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു 20 വർഷം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. वर्ल्ड वाइड एम्प्लॉयमेंट, अगर हम पूरी दुनिया में जनसंख्या, पॉपुलेशन और एम्प्लॉयमेंट का अगर हम रेशो देखते हैं तो हम पाते हैं कि पूरी दुनिया में इंडिया का जो एम्प्लॉयमेंट परसेंटेज है वो बहुत कम है. इट इज ओल्ड डाटा एक्चुअली. इसमें 39.8% है, बट आफ्टर कोविड ये 30% के लगभग आ गया है. ഇത് ലോകത്താകമാനമുള്ള ആളുകളുടെ തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള ഒരു കണക്കാണ്. നമുക്ക് കാണാൻ കഴിയും. ഇതില് ഇന്ത്യയിലെ പോപ്പുലേഷനും ആളുകളുടെ ജോലി, എത്ര പേർക്ക് ജോലി ഉണ്ടെന്നുള്ള ഒരു കണക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് പഴയ കണക്കാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ കോവിഡ് വന്നതിന് ശേഷം 39.8% ആൾക്ക് ജോലിയുണ്ട് എന്ന് പറയുന്നത് അത് 30% ചുരുങ്ങിയിട്ടുണ്ട്. हिंदुस्तान में 70% लोग ऐसे हैं जो किसी काम की तलाश में हैं. उनको कोई अपॉर्चुनिटी चाहिए, उनको कोई नौकरी चाहिए. अगर कोई व्यक्ति उनको कन्विंस कर दे, वो उसके साथ में आ सकते हैं.
അതായത് ഇന്ത്യയിൽ ഏതാണ്ട് 70% ആളുകളും ഒരു ജോലി അവസരം ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ അവസരം എന്താണെന്ന് ശരിയായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആൾ തീർച്ചയായിട്ടും ഭാഗ്യവാനായിരിക്കും. കാരണം ആ ജോലി അന്വേഷിക്കുന്ന ആൾ നിങ്ങളുടെ കൂടെ ഇതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും. आरसीएम बिजनेस सबको क्यों करना चाहिए और सबके लिए क्यों जरूरी है, इस टॉपिक में मैं डिटेल से आपसे बातचीत करना चाहता हूं ताकि आपका कॉन्फिडेंस लेवल बढ़े और आप उन 70% लोगों के पास में जाके कॉन्फिडेंस के साथ में आरसीएम का प्रोडक्ट और प्लान दिखा सकें. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു വലിയ അവസരമായിട്ട് സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ ഉത്സാഹം വർദ്ധിക്കും, മറ്റുള്ളവരോട് കൂടുതൽ ഫലപ്രദമായി ഈ ആശയം പങ്കുവയ്ക്കാനും അവരെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും. सो आपके पास में बहुत बड़ा स्कोप है. इतना बड़ा स्कोप शायद किसी बिजनेस में नहीं है जितना स्कोप आरसीएम का डिस्ट्रीब्यूटर होने के नाते आपके पास में है. എന്ന് പറഞ്ഞാൽ ഈ അവസരം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, ഇത്രയും വലിയ അവസരം ഒരു ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും വലിയൊരു അവസരം ഇന്ത്യയിൽ മറ്റൊരു വ്യക്തിക്കും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. वर्ल्ड फेडरेशन डायरेक्ट सेलिंग एसोसिएशन के अगर हम डाटाज देखते हैं, ये डाटाज ये बताते हैं पिछले 10 साल के कि 10 सालों में डायरेक्ट सेलिंग में कौन देश किस पोजीशन पे है, वो पोजीशन चेंज होती जा रही है. जिन लोगों की पॉपुलेशन ज्यादा है वो लोग तेजी के साथ में डायरेक्ट सेलिंग में हायर लेवल पे जा रहे हैं. ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക്, ഒരു പഴയ കണക്ക് 2014 പബ്ലിഷ് ചെയ്തൊരു കണക്ക്, അതിനകത്ത് പറയുന്നത് ആരാണ് ഏത് രാജ്യങ്ങളാണ് ഇതിൽ ഡയറക്ട് സെല്ലിങ്ങിൽ കൂടുതൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴുള്ള ബിസിനസിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പങ്കാളിത്തമാണ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രാജ്യങ്ങൾക്കും ഉള്ളത് എന്ന് പറയുന്ന ഈ കണക്കാണ് ഇതിനകത്ത് പറയുന്നത്. अगर हम 2017 के डाटास देखते हैं तो हमें मालूम चलता है कि 2017 में ग्लोबल जो टर्नओवर था वो था 1,89,641 मिलियन डॉलर. 2017 ഒരു കണക്ക്, അത് നമുക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ. പിന്നെ ഏറ്റവും മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ടേൺ ഓവർ അല്ലെ ബിസിനസ് എന്ന് പറയുന്നത് 1,89,641 മില്യൺ US ആണ്, അമേരിക്കൻ ഡോളർ. और इसमें जो सबसे ज्यादा पार्ट था दैट वाज अमेरिकन पार्ट, यूनाइटेड स्टेट्स. लास्ट में आप देख सकते हैं 34,900 मिलियन डॉलर. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് അമേരിക്കയുടെ ബിസിനസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. 34,900 മില്യൺ ഡോളർ ആണ് അമേരിക്കയുടെ പങ്ക്. ഏറ്റവും താഴെ നമുക്ക് കാണാം. और इंडिया का टर्नओवर इट वाज ओनली 1,513 मिलियन डॉलर. മുകളിൽ നിന്ന് നാലാമത്തെ അഞ്ചാമത്തെ കോളത്തിലുണ്ട് ഇന്ത്യയുടെ പേര്. ഇന്ത്യയുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പങ്ക് എന്ന് പറയുന്നത് വെറും 1,513 മില്യൺ ഡോളർ മാത്രമേ ഉള്ളൂ. सो इसको अगर हम लोग पर पर्सन वॉल्यूम निकालते हैं दोनों के पॉपुलेशन के हिसाब से और उस दोनों परसेंटेज को पर पर्सन वॉल्यूम को हम आपस में डिवाइड करते हैं तो हमें मालूम चलता है कि अमेरिका इंडिया से 86 टाइम्स ज्यादा बिजनेस कर रहा है. ഇതിനെ നമ്മൾ ജനസംഖ്യാനുപാതികമായി ഒന്ന് വിഭജിച്ചാൽ, അതായത് പങ്കുവെച്ചാൽ, ഒരാൾക്ക് എത്ര ബിസിനസ് എന്ന കണക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അമേരിക്കയിൽ ഒരു വ്യക്തിക്ക് എത്ര ഡയറക്ട് സെല്ലിംഗിൽ എത്ര പ്രാതിനിധ്യമുണ്ടോ അതിന്റെ 86% താഴെ, അതായത് നമ്മളുടെ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യത്തെക്കാൾ 86 മടങ്ങ് അമേരിക്കയിൽ ഓരോ വ്യക്തിക്കും ഡയറക്ട് സെല്ലിംഗിന്റെ പ്രാതിനിധ്യമുണ്ട് എന്ന്. सो ये आंकड़े ये बता रहे हैं कि हिंदुस्तान में इस बिजनेस की बढ़ने की बहुत ज्यादा संभावनाएं हैं. ഈ കണക്ക് പറയുന്നത് അമേരിക്കയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കും ചെയ്യാൻ കഴിയും. അവർക്ക് തുല്യമായിട്ടെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ 86 ഇരട്ടി, ഇപ്പോഴുള്ളതിന്റെ 86 ഇരട്ടി വളരാനുള്ള സ്കോപ്പ് ഏറ്റവും കുറഞ്ഞത് അത്രയുണ്ട് എന്നുള്ള ഒരു കണക്കാണ്. അത് പറഞ്ഞാൽ വലിയ ഒരു സാധ്യതയാണ് നമുക്ക് ഈ രംഗത്തുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. इंडिया का हिस्ट्री ये बताता है कि इंडियन लोग शुरू में किसी चीज को अपनाते नहीं हैं,
लेकिन एक बार जब अपनाते हैं तो वो सबको पीछे छोड़ देते हैं और नहा धो के उसके पीछे लग जाते हैं। ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ചരിത്രം പറയുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെ എടുത്തു ചാടുന്ന ആളുകളല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന പോലെ നടന്നിറങ്ങിയാൽ കുളിച്ചു കയറുക എന്ന് പറയുന്ന പോലെ അതിനെ മുഴുവൻ കരസ്ഥമാക്കുക എന്നുള്ളൊരു സ്വഭാവം ഇന്ത്യക്കാരുടെ രീതിയാണ്. इस समय हम डायरेक्ट सेलिंग का 0.7% हिस्सा हैं, जबकि हमारी पॉपुलेशन 19% है वर्ल्ड पॉपुलेशन के में। ഡയറക്ട് സെല്ലിങ്ങിന്റെ മുമ്പ് പറഞ്ഞ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യയുടെ 19%, ലോകത്ത് ജനസംഖ്യയുടെ 19% നമുക്കുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ വെറും 0.07% മാത്രമേ നമുക്കുള്ളൂ. सो ये तो तय है कि ये बिजनेस तेजी के साथ में बढ़ने वाला है और जो लोग इस गंभीरता को आज समझ जाएंगे वो लोग इस वॉल्यूम का बहुत बड़ा हिस्सा ले पाएंगे. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആളുകൾ വളരെ വേഗത്തിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കും എന്നുള്ളതാണ്. अब तक हम लोग इसलिए ज्यादा ग्रो नहीं कर पाए हैं क्योंकि हमारे देश में डायरेक्ट सेलिंग को लेके जो गवर्नमेंट्स हैं वो उतनी ज्यादा अवेयर नहीं थी और एक्चुअली ये नेचुरल प्रोसेस है कि कोई भी इंडस्ट्री जब आती है पहले वो इंडस्ट्री इंटर करती है और इंटर करने के बाद में उस इंडस्ट्री के ऊपर में गाइडलाइंस आती हैं, फिर उसके ऊपर में लॉ बनते हैं. सो ये प्रोसेस है, उसी प्रोसेस को फॉलो करने में बहुत सारा समय इंडिया का लग गया है और मैं आपको कुछ अपडेट देना चाहता हूं डायरेक्ट सेलिंग इंडस्ट्री की करंट सिचुएशन के बारे में. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരു പുതിയ കാര്യമാകുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇത് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലേക്ക് മാറാൻ അധികാരികളുടെ അനുവാദത്തോടു കൂടി ഒരു വ്യക്തമായ മാർഗനിർദ്ദേശത്തോടു കൂടി ഇതെങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. 2013 में डायरेक्ट सेलिंग को आगे रखने के लिए कुछ एसोसिएशंस बनी और उन एसोसिएशन में ये एक बहुत रेपुटेड ऑर्गेनाइजेशन है डायरेक्ट सेलिंग डिस्ट्रीब्यूटर वेलफेयर एसोसिएशन. इस एसोसिएशन का फाउंडर प्रेसिडेंट बनने का मुझे गौरव प्राप्त हुआ और उसके बाद में मैं डायरेक्ट सेलिंग एसोसिएशन से बहुत क्लोजली अटैच हो गया और इस समय जो भी एक्टिविटीज डायरेक्ट सेलिंग से रिलेटेड होती है उसको मैं बहुत क्लोजली वॉच करता हूं और उसका हिस्सा रहता हूं. ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിനെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ഓർഗനൈസേഷനാണ് ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഇതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് എന്ന പദം അലങ്കരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും ഏറ്റവും അടുത്ത് പരിചയപ്പെടാനും അതിനെ വിലയിരുത്താനും അതിനുവേണ്ട ചുക്കാൻ പിടിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. और एसोसिएशंस के बार बार फॉलो अप करने का परिणाम ये रहा कि 9 सितंबर 2016 को इंडिया गवर्नमेंट ने डायरेक्ट सेलिंग के ऊपर में गाइडलाइन इशू की. അങ്ങനെ ഇതിന്റെ ഭാഗമായി 2016 സെപ്റ്റംബർ 9 ഇന്ത്യ ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഇതില് ഒരു ഡയറക്ട് സെല്ലിംഗിനുള്ള ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയുണ്ടായി. गाइडलाइन के आने से इंडस्ट्री में एक पॉजिटिव एनवायरनमेंट क्रिएट हुआ, लेकिन जो लोग फ्रॉड करने की जिनकी प्रवृत्ति होती है उन्होंने किसी दूसरे तरीके से गाइडलाइन में से बचते हुए कुछ दूसरे तरीके के फ्रॉड करना स्टार्ट कर दिए, महंगे प्रोडक्ट उन्होंने बेचना स्टार्ट कर दिए. सो ये महसूस हुआ कि गाइडलाइन से सॉल्यूशन नहीं है, सॉल्यूशन तब बनेगा जब डायरेक्ट सेलिंग किसी न किसी रूप में कानून के अंदर में आ जाएगी. എന്നാൽ തട്ടിപ്പ് നടത്തി ശീലമുള്ള ആളുകൾ, തട്ടിപ്പ് നടത്തണമെന്ന് വിചാരിക്കുന്ന ആളുകൾ എല്ലാ നിയമത്തിന്റെയും പഴുതുകൾ ദുരുപയോഗം ചെയ്യും. അപ്പോൾ ഇതൊരു ഗൈഡ് ലൈൻസ് കൊണ്ട് മാത്രം അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിലും യഥാർത്ഥമായ വിലയും വാങ്ങിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ എന്താ പറയുക കൊടുത്തും
ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം വന്നു. അങ്ങനെ വന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം നിർമ്മാണം വന്നാൽ മാത്രമല്ല, നിയമം പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഇതിന് ഒരു അറുതി വരുത്താൻ കഴിയൂവെന്ന് അധികാരികൾക്ക് മനസ്സിലായി. चैट विद सुरेंद्र वत्स के 50वें एपिसोड में हमने हेम कुमार पांडे जी को इनवाइट किया था, जो कंज्यूमर अफेयर मिनिस्ट्री में सेक्रेटरी थे. उनके समय रहते ये गाइडलाइन बनी. उनसे मैंने प्रश्न किया कि हम डिमांड कर रहे हैं डायरेक्ट सेलिंग के ऊपर में एक रेगुलेटरी बॉडी बने, जिस प्रकार इंश्योरेंस को और कम्युनिकेशन कंपनीज को गवर्न करने के लिए एक बॉडी है, वो बॉडी गवर्नमेंट कब तक बनाएगी. उन्होंने उसका बहुत सीधा जवाब दिया. उन्होंने कहा कि जब आपकी इस इंडस्ट्री का वॉल्यूम बढ़ेगा तभी गवर्नमेंट वैसा कर सकती है. ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ഡയറക്ട് സെല്ലിങ്ങിനെ പരിചയപ്പെടുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ 50ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഗസ്റ്റ് ഹേംകുമാർ പാണ്ഡെ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, എപ്പോഴാണ് നമുക്ക് ഇതിനൊരു വ്യക്തമായ നിയമനിർമ്മാണം നടക്കുക? അതായത് സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് സെബി, ടെലികോം രംഗത്ത് അതുപോലെ ഓരോ രംഗത്തുമുള്ള നിയന്ത്രണ സംവിധാനം പോലെ ഡയറക്ട് സെല്ലിങ്ങിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ രംഗത്ത് നിങ്ങളുടെ ബിസിനസിന്റെ വോളിയം അധികാരികളുടെ ശ്രദ്ധയിൽ വരത്തക്ക രീതിയിൽ ഈ ബിസിനസ് കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ട പാത ഒരുങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞു. लेकिन उससे पहले हम लोगों ने एक बीच का रास्ता एक निकाला, और वो रास्ता ये था कि जो नया एक्ट आया है कंज्यूमर्स के लिए, कंज्यूमर प्रोटेक्शन बिल, उसमें हमने रिक्वेस्ट किया गवर्नमेंट से कि इस बिल के अंदर में डायरेक्ट सेलिंग भी कवर होना चाहिए. डायरेक्ट सेलिंग की डेफिनेशन, डायरेक्ट सेलिंग कंपनियों के लिए रूल्स बनने चाहिए, डिस्ट्रीब्यूटर्स के लिए रूल बनने चाहिए, और गवर्नमेंट ने उन चीज को स्वीकार किया और इस नए बिल में डायरेक्ट सेलिंग को शामिल किया गया है. അങ്ങനെ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു ബില്ല് ഉണ്ടാകണം എന്നുള്ള ആവശ്യം നിലനിൽക്കെ അതിന് മുന്നോടിയായി ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2019 അതിൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് വ്യക്തമായ വിവരണം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ബില്ലിൽ നമുക്ക് ഇടം കിട്ടി. അത് നമ്മളെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് മേഖലയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ്. बिल पास होने के बाद में फिर रूलिंग बनती है, डिटेल बनती है हर चीज की. सो अभी इस बिल की रूलिंग बन रही है, और उस रूल में डायरेक्ट सेलिंग के बारे में रूलिंग बनाने से पहले गवर्नमेंट ने 16 अप्रैल को एक मीटिंग कॉल किया. इट वाज ए वीडियो कॉल. पूरा इंडिया लॉकडाउन में था, लेकिन मिनिस्ट्री बहुत एक्टिव थी, और इस महत्वपूर्ण मीटिंग में मैंने भी पार्टिसिपेट किया, और इसमें डिटेल में ये बातचीत किया गया कि क्या क्या रूलिंग डायरेक्ट सेलिंग में होनी चाहिए. और एसोसिएशंस ने ये कहा कि जितने भी कड़े प्रावधान हो सकते हैं मनी सर्कुलेशन कंपनियों को रोकने के लिए, लोगों को चीट करने से बचाने के लिए, वो सारे प्रोविजन इस रूलिंग में आने चाहिए. और बहुत जल्द आपको डायरेक्ट सेलिंग पे कंज्यूमर प्रोटेक्शन बिल के तहत रूलिंग मिलने वाली है. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് രൂപം കൊടുത്തു. എന്നാൽ അതിന്റെ ഒരു റൂളിംഗ് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനോട് സംബന്ധിച്ചുള്ള റൂളിംഗ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഈ രംഗത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് റൂളിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി അവര് മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൌണിന് ശേഷമാണ്, അതായത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ്, എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുള്ള തെളിവാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് പോലും ഏപ്രിൽ 16-ാം തീയതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഒരു മീറ്റിംഗ് ഇതിനെ സംബന്ധിച്ച് നടത്തുകയും ഞങ്ങളുടെയൊക്കെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിൽ പങ്കെടുക്കാനും നിർദ്ദേശങ്ങൾ, കാര്യമാത്ര പ്രസക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും എനിക്ക് കഴിഞ്ഞു. അപ്പൊ ഇത് ഈ രംഗത്ത് നമ്മളെ വളരെ വലിയ പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റൂളിംഗ് കൂടെ വന്നു കഴിയുമ്പോൾ ഇന്ന് പലതരത്തിലും തട്ടിപ്പ് നടത്തുന്ന പല പ്രസ്ഥാനങ്ങളും ഇല്ലാണ്ടാകും. सो इस रूलिंग के आने के बाद में जो कंपनियां बहुत महंगे प्रोडक्ट बेच रही हैं डायरेक्ट सेलिंग में, जो अनएथिकल तरीके से कमीशन डिस्ट्रीब्यूट करती हैं, जिनके पास में कोई अच्छा इंफ्रास्ट्रक्चर नहीं है, उन सब कंपनियों के लिए बहुत मुश्किल होने वाली है. ഈ റൂളിംഗ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇന്ന് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള തട്ടിപ്പും, അതായത് യഥാർത്ഥമായ വില വാങ്ങിച്ച് പ്രൊഡക്റ്റ് കൊടുക്കുന്നതും കാര്യമായ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികൾക്ക് ഒന്നും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ റൂളിങ്ങിന് വിധേയമായിട്ട് നിലവിൽ വരും.
അങ്ങനെ വന്നു കഴിയുമ്പോൾ എത്തിക്കലായിട്ട് ശരിയായിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. सो गवर्नमेंट की एक्टिविटीज ये इंडिकेट कर रही हैं कि ये इंडस्ट्री अब तेजी के साथ में ग्रो करेगी क्योंकि गवर्नमेंट ने इसकी तरफ ध्यान देना शुरू कर दिया है. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഗവൺമെന്റ് ഈ വിഷയങ്ങളിൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത്, അതിന്റെ പ്രാധാന്യം ഗവൺമെന്റ് എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. फिक्की और केपीएमजी दो बहुत बड़ी ऑर्गेनाइजेशन है. इन्होंने डायरेक्ट सेलिंग के ऊपर में एक पेपर रिलीज किया और उस पेपर में डिटेल में इन्होंने बताया कि हिंदुस्तान में डायरेक्ट सेलिंग कितनी तेजी के साथ में ग्रो करेगा. ഫിക്കി KPMG എന്ന് പറയുന്ന രണ്ട് ഓർഗനൈസേഷനുകൾ ഈ രംഗത്ത്, അതായത് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ചും പഠിക്കാൻ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി ആധികാരികമായ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അവർ പറയുന്നത് ഈ രംഗത്ത് ഇതിനുണ്ടാകുന്ന വളർച്ചയുടെ അനന്തമായ സാധ്യതകളെ കുറിച്ചാണ്. सो ये सारी की सारी इंफॉर्मेशंस ये बता रही हैं कि आरसीएम बिजनेस एक बहुत बड़ी अपॉर्चुनिटी बन के आपके सामने आई है. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം RCM നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ മഹാത്ഭുതം പോലെ വലിയ ഒരു അവസരമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. आप अगर केवल मात्र आरसीएम इन 3 शब्दों को जानते हैं तो आप गहराई में जानिए कि आरसीएम बिजनेस इस समय मौजूदा समय में एक बहुत बड़ी ताकत के रूप में डायरेक्ट सेलिंग इंडस्ट्री में उभर रहा है. RCM എന്ന് പറയുന്ന അക്ഷരം 3 അക്ഷരം മാത്രം, അതിന് മറ്റൊരു വസ്തു മനസ്സിലാക്കാതെ നിങ്ങൾ കേൾക്കാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ട് നിൽക്കുന്ന ഇതിനെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. हमारा पॉपुलेशन और एम्प्लॉयमेंट का रेशो ये बता रहा है कि आरसीएम बिजनेस हमें करना चाहिए. നമ്മുടെ ജനസംഖ്യയുടെയും തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ആളുകളുടെയും തമ്മിലുള്ള ആ അനുപാതം തീർച്ചയായിട്ടും നമ്മൾ RCM ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്ന് നമ്മളെ എടുത്തു കാണിക്കുന്നു. WFDSA के डाटाज ये बता रहे हैं कि हमें आरसीएम बिजनेस को करना चाहिए. WFDSA കണക്കും പറയുന്നത് നമ്മൾ RCM തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ്. गवर्नमेंट की इंफॉर्मेशन ये बता रही हैं कि हमें आरसीएम बिजनेस को करना चाहिए. ഗവൺമെന്റ് തലത്തിൽ നമുക്ക് ഈ രംഗത്തെ കുറിച്ചുള്ള അറിവ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും നമ്മൾ RCM തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. केपीएमजी और फिक्की की रिपोर्ट्स भी ये बता रही हैं कि हमें इसे हल्के में नहीं लेना चाहिए. ഫിക്കിയുടെയും KPMGയുടെയും റിപ്പോർട്ടുകളും നമുക്ക് തരുന്ന തിരിച്ചറിവ് ഈ വിഷയത്തെ നമ്മൾ ലാഘവത്തോടെ കാണരുത്, വളരെ ഗൗരവത്തോടെ കാണണം എന്ന് തന്നെയാണ്. कंज्यूमर अफेयर मिनिस्ट्री रामविलास पासवान जी के वीडियो आप सुन सकते हैं यूट्यूब पे, जो देश के लोगों को कहते हैं कि ये एक बहुत अच्छा अवसर है सभी देशवासियों के लिए. കൺസ്യൂമർ അഫെയർ മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാംവിലാസ് പാസ്വാൻ, അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്നുണ്ടാകും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ അവസരത്തെ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ അവസരത്തെ നമ്മൾ വില കുറച്ച് കാണരുത്, ഇതിനെ പൂർണ്ണമായും ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. रिसेंटली इंडिया के जो स्टेट फाइनेंस मिनिस्टर हैं अनुराग ठाकुर, उनका स्टेटमेंट आया है जिसमें उन्होंने डायरेक्ट सेलिंग को का भविष्य बताया है और इसकी जरूरत बताई है. കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ അദ്ദേഹവും ഈ ഇൻഡസ്ട്രിയുടെ സാധ്യതയെക്കുറിച്ച് ഈ അടുത്ത കാലത്താണ് വളരെ ഗൗരവത്തോടു കൂടി പ്രതിപാദിച്ചിരിക്കുന്നത്. केरला के मुख्यमंत्री कई अवसरों पे डायरेक्ट सेलिंग का समर्थन कर चुके हैं. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഡയറക്ട് സെല്ലിംഗിന്റെ അവസരത്തെ പലപ്പോഴും ശ്ലാഘിച്ചിട്ടുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. और केरला में डायरेक्ट सेलिंग एसोसिएशन जिस दिशा में बहुत अच्छा काम कर रही हैं. കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. उसके बावजूद भी लोगों को आरसीएम समझ में नहीं आ रहा. ഇത്രയൊക്കെ ആയിട്ടും RCM ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അതിശയിക്കുന്ന ഒരു സംഗതിയാണ്. बहुत सारे लोगों को ये मालूम है कि आरसीएम बिजनेस ने रोड पे चलने वाले लोगों को करोड़ों रुपया दे दिया है.
റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് പോലും, അതായത് അത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകൾക്ക് പോലും കോടിക്കണക്കിന് രൂപ ആർസിഎം കൊടുത്തു എന്ന് പല ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. साइकिल पे चलने वाले लोग आरसीएम बिजनेस से लग्जरी कारों को मेंटेन कर रहे हैं. സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് വലിയ ലക്ഷറി കാറിന് ഉടമകളായി ആർസിഎമ്മിലൂടെ എന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. जो बिल्कुल छोटे से घर में झोपड़ी में रहते थे वो आज आरसीएम की वजह से बहुत अच्छे घरों में रह रहे हैं, अच्छा लाइफस्टाइल जी रहे हैं. ഒരു ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള കുടിലിൽ താമസിച്ചിരുന്ന ആളുകൾ ഇന്ന് ആർസിഎമ്മിലൂടെ നല്ല വീടുകൾ ഉണ്ടാക്കി അതിൽ ജീവിക്കുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. बहुत सारे लोगों को ये सब कुछ मालूम है लेकिन फिर भी उनको आरसीएम समझ में नहीं आता. അങ്ങനെ അത്തരത്തിൽ പല ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് ആർസിഎമ്മിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. वो शायद ये सोचते हैं कि किसी दिन केरला के मुख्यमंत्री या भारत के प्रधानमंत्री उनको एक पर्सनल लेटर लिखेंगे और उस लेटर में वो बोलेंगे कि आपको आरसीएम करना चाहिए, ये बहुत अच्छी अपॉर्चुनिटी है. ഒരു പക്ഷേ അവരെന്തിനാണോ കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഒരു ലെറ്റർ എഴുതി നിങ്ങൾ ആർസിഎം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ലെറ്റർ എഴുതി കൊടുക്കും. അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണോ ഇവരൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. या उनको ये लगता है कि किसी दिन भगवान आएंगे और उनको आके जगाएंगे, हिलाएंगे अच्छे तरीके से और कहेंगे कि अगर जिंदगी में कुछ बड़ा करना है तो आरसीएम एक बड़ी अपॉर्चुनिटी है, इसको पहचान लीजिए. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് വിളിച്ചെഴുന്നേൽപ്പിച്ച് നിങ്ങൾ ആർസിഎം ചെയ്യൂ എന്ന് ദൈവം പറയും. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയും എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാവും. सारी चीजें हमारे सामने हैं, उसके बावजूद भी लोगों को समझ में नहीं आ रहा है, उसके बावजूद भी लोग नेगेटिव हो जाते हैं, उसके बावजूद भी उनको जरूरत पड़ती है कि अपलाइन फोन करे, मोटिवेट करे, पिकअप सेंटर पे उनको लेके जाया जाए. सब कुछ देखने के बावजूद भी, और ऐसे लोगों पे आजकल मैं रिसर्च कर रहा हूं. ഇത്രയൊക്കെ കണ്ടിട്ടും എല്ലാം പകൽ പോലെ വ്യക്തമായിട്ടും ആളുകൾ കാത്തിരിക്കുന്നു. അപ്ലൈൻ വിളിച്ച് PUC കൊണ്ടുപോയാലേ കാര്യങ്ങൾ ചെയ്യൂ, PUC കൊണ്ടുപോയി ക്ലാസ് എടുത്താലേ കാര്യങ്ങൾ മനസ്സിലാകൂ. ഇങ്ങനെ എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആർസിഎമ്മിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവർക്ക് പറ്റിയതെന്ന് അറിയാൻ. अगर केरला में भी कुछ ऐसे लोग हैं तो प्लीज उनका नंबर मुझे दीजिए, मैं उनसे बातचीत करना चाहूंगा और जानना चाहूंगा सीरियसली कि वो किस चीज का इंतजार कर रहे हैं. നിങ്ങളുടെ അറിവിൽ കേരളത്തിൽ ഇതുപോലെയുള്ള ആളുകൾ, കാരണം ഇത്രയും വലിയ അവസരം കിട്ടിയിട്ടും ആരോ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ എനിക്ക് തരൂ, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. കാരണം എന്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് എനിക്ക് അവരോട് ചോദിക്കണം. आरसीएम बिजनेस ही क्यों करना चाहिए? वाई ओनली आरसीएम? इट इज वेरी इंपॉर्टेंट क्वेश्चन. നമ്മള് ഇത്ര നേരം പറഞ്ഞത് ഡയറക്ട് സെല്ലിങ്ങിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സാധ്യതയെ കുറിച്ചാണ്. എന്നാൽ എന്തുകൊണ്ട് ആർസിഎം ചെയ്യണം, ആർസിഎം മാത്രം, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. 2013 से जब से मैं डायरेक्ट सेलिंग एसोसिएशन में क्लोजली जुड़ा और मैंने दूसरी कंपनियों को बाय डिफॉल्ट में जानने लग गया, मेरा जो कन्विक्शन था आरसीएम बिजनेस को लेके वो बढ़ता गया और मैंने और ज्यादा कमिटमेंट के साथ में यहाँ काम करना शुरू किया, क्योंकि मैंने जान लिया कि आरसीएम से बढ़िया हिंदुस्तान में कोई भी कंपनी नहीं है. 2013 മുതൽ ഞാൻ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ബന്ധപ്പെട്ടപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും അവരുടെ പ്രവർത്തനങ്ങളും പ്രൊഡക്റ്റുകളും ഒക്കെ മനസ്സിലാക്കാനും എനിക്ക് അവസരം ഉണ്ടായി. അങ്ങനെ അവയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മഹത്വവും വലിപ്പവും സാധ്യതയും എനിക്ക് മനസ്സിലായത്. അതോടുകൂടി എനിക്ക് ആർസിഎമ്മിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തതിന്റെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. और मैं लॉजिक्स के साथ आपको बताना चाहता हूं कि हमें आरसीएम ही क्यों करना चाहिए. അതുകൊണ്ട് തന്നെ യുക്തിസഹമായി എന്തുകൊണ്ട് ആർസിഎം ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാൻ എനിക്ക് കഴിയും. आरसीएम बिजनेस के प्रोडक्ट्स में दो चीजों का कॉम्बिनेशन है. रेट्स रीजनेबल हैं, मींस लोकल मार्केट के जो रेट हैं उस रेट में आपको प्रोडक्ट मिलेगा, लेकिन इनकी क्वालिटी इंटरनेशनल लेवल के प्रोडक्ट की जो क्वालिटी होती है वो क्वालिटी आपको मिलेगी. ആർസിഎം പ്രൊഡക്റ്റിന്റെ സമാനതകളില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് റീസണബിൾ ആയിട്ടുള്ള വിലയും ഉയർന്ന ക്വാളിറ്റിയും. ഏറ്റവും ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ വിലയ്ക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ പോലും കുറഞ്ഞ വിലയ്ക്ക് ആർസിഎം നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്.
हर प्रोडक्ट, चाहे वो वेलनेस प्रोडक्ट्स हैं न्यूट्रीचार्ज के, चाहे वो हेल्थ गार्ड ऑयल है, चाहे वो एफएमसीजी की रेंज है, चाहे वो टेक्सटाइल प्रोडक्ट है, हर प्रोडक्ट आपको इंटरनेशनल क्वालिटी का मिलेगा। അത് ഒരു സെക്ടർ മാത്രമല്ല, ഏത് സെക്ടറിലുള്ള ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അത്, FMCG ആണെങ്കിലും ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ കാര്യം നമുക്ക് അതിനെ ഒന്ന് അടുത്ത് പരിചയപ്പെട്ടാൽ ബോധ്യപ്പെടും. और ऐसा इसलिए है क्योंकि दूसरा जो पॉइंट है वो हमारे पास में है, सेकंड जो लॉजिक है वो है ह्यूज इंफ्रास्ट्रक्चर। हमारे पास में अपनी खुद के मैन्युफैक्चरिंग प्लांट्स हैं। രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് RCM തന്നെ വേണമെന്നുള്ളതിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങൾ. എത്ര വലിയ മാനുഫാക്ചറിങ് പ്ലാന്റുകളാണ് നമുക്ക് RCM ഫാഷൻ സോണിന് സ്വന്തമായിട്ടുള്ളത്. उत्तराखंड में देश स्टेशन रुड़की, वहां पे आरसीएम का एक बहुत बड़ा प्लांट है। उस प्लांट में आप जाइए, आपको मालूम चलेगा कि आरसीएम बिजनेस न केवल मात्र प्रोडक्ट बना रहा है, अपितु उन प्रोडक्ट में यूज होने वाला रॉ मटेरियल, स्पेशली साबुन और एफएमसीजी में जो यूज होता है, उस रॉ मटेरियल को नूडल्स बोलते हैं, उसका अपने आप में एक बहुत बड़ा प्लांट होता है। आरसीएम अपना रॉ मटेरियल भी खुद बना रहा है और इसीलिए संभव है कि हम इतने अच्छी क्वालिटी के प्रोडक्ट इतने कम रेट में दे पा रहे हैं। ഒരുപക്ഷെ നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് പ്ലാന്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സാധാരണക്കാർക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, FMCG ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള നൂഡിൽസ് എന്ന് പറയുന്ന അതിന്റെ റോ മെറ്റീരിയൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം വരെ സ്വന്തമായിട്ട് RCMന് റൂർക്കിയിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. ഈ FMCG ഉൽപ്പന്നങ്ങൾ, സോപ്പും അതുപോലെ FMCG ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുവായ നൂഡിൽസ് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ് നമുക്ക് ഉണ്ട്. कोई भी डिस्ट्रीब्यूटर वहां पे जाके उसे देख सकता है। और आप मुझे बताइए, पूरी हिंदुस्तान में डायरेक्ट सेलिंग कंपनीज में आप कोई एक कंपनी मुझे बता दीजिए जो रॉ मटेरियल भी खुद का बना रही है, प्रोडक्शन भी खुद का कर रही है, क्वालिटी कंट्रोलिंग खुद का कर रही है, डिपोज उसके खुद के अपने हैं, पिकअप सेंटर्स खुद के अपने हैं। कोई एक कंपनी मुझे बताइए, आप दूरबीन लेके ढूंढिए आप। RCM ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പല ആളുകളും പലതും പറയുന്നുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ സ്വന്തമായിട്ട് FMCG ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പേര് ഈ പറയുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക. നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്, ധാരാളം ഡിപ്പോകളുണ്ട്, ധാരാളം ഡെലിവറി സെന്ററുകളുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. सो आपको अगर कंपैरिजन करना है तो अच्छे से डिटेल में जाके कंपैरिजन कीजिए। ऊपर से कंपैरिजन करेंगे तो आप कहीं ना कहीं कंफ्यूज हो जाएंगे। അതുകൊണ്ട് ഇതിന്റെ വസ്തുതകൾ, RCMന്റെ വ്യാപ്തി എന്താണെന്ന് വസ്തുതകൾ തിരിച്ചറിഞ്ഞ് അത്തരത്തിൽ നമ്മൾ താരതമ്യം ചെയ്യണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇവനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. आरसीएम बिजनेस में इतने अच्छे प्रोडक्ट इसलिए हैं क्योंकि हमारे पास में बहुत मजबूत इंफ्रास्ट्रक्चर है। और मजबूत इंफ्रास्ट्रक्चर इसलिए है क्योंकि हमारे पास में एक विजनरी फाउंडर हैं TC छावड़ा जी। നമുക്ക് ഇത്ര നല്ല ഉൽപ്പന്നങ്ങളും ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിഷണറി ആയിട്ടുള്ള ഫൗണ്ടർ നമ്മുടെ പ്രിയപ്പെട്ട TCG ആണ്. बहुत सारी कंपनियां आपको मिलेंगी जो प्रॉफिट कमाती हैं और उस प्रॉफिट से कोई एक दूसरा बिजनेस स्टार्ट करती हैं, फिर वो तीसरे बिजनेस में चले जाते हैं और फिर चौथे बिजनेस से बाहर निकल जाते हैं। लेकिन RCM बिजनेस में जितना भी प्रॉफिट हुआ है वो या RCM वर्ल्ड बनाने में लगा है जहां डिस्ट्रीब्यूटर्स के लिए फैसिलिटी है, या फिर वो मैन्युफैक्चरिंग प्लांट लगा है रुड़की में जहां डिस्ट्रीब्यूटर को फायदा मिल रहा है, या फिर एक लेटेस्ट प्लांट अभी आसाम में लगा है जहां पे वो लेटेस्ट क्वालिटी के प्रोडक्ट हमारे पास में मिलेंगे, या फिर जो सॉफ्टवेयर हमारे पास में ऑलरेडी बहुत अच्छा सॉफ्टवेयर है उसको SAP सॉफ्टवेयर में कन्वर्ट किया जा रहा है। यानी कोई कंपनी आपको दुनिया में ऐसी नहीं मिलेगी, कोई मैनेजिंग डायरेक्टर आपको ऐसा नहीं मिलेगा जो 100% फोकस्ड है अपनी लॉयल्टी के साथ में अपनी डिस्ट्रीब्यूटर्स के लिए। നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് രംഗത്തുള്ള കമ്പനികളാണെങ്കിലും പ്രവർത്തനത്തിൽ അവർക്ക് നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അവര് ആ കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് മറ്റൊരു മേഖലയിലൂടെ അവരുടെ പ്രവർത്തനം വ്യാപിക്കും. എന്നുവെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക,
നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കുറഞ്ഞ് ആർക്കും ഒന്നുമില്ല. എന്നാൽ നമ്മൾ ആർസിഎമ്മിനെ നോക്കുക, ആർസിഎം തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇന്ന് എപ്പോഴെവിടെ നിർത്തി നിൽക്കുന്നു. ഈ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആർസിഎമ്മിന്റെ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് ഫാക്ടറിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ഉൽപ്പന്നങ്ങളെ ലഭ്യത കൂട്ടുന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്തരത്തിൽ ഈ സംവിധാനത്തെ തന്നെ കൂടുതൽ എന്താണ് പറയുക, വ്യാപ്തിയിലേക്ക് ഉറപ്പിക്കാനും അതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി വളരെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യയിലുണ്ടോ, ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. आरसीएम बिजनेस की फोर्थ स्ट्रेंथ है कि हमारे पास में ट्रेडिशनल मार्केटिंग का और डायरेक्ट सेलिंग का दोनों का एक्सपीरियंस है. നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ശക്തി എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തും ട്രഡീഷണൽ മാർക്കറ്റിംഗ് രംഗത്തും ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. 41 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യം ട്രഡീഷണൽ മാർക്കറ്റിംഗിലുണ്ട്. ഇന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്ന 18 വർഷം ആണെങ്കിൽ നമുക്ക് 20ാമത്തെ വർഷത്തിലേക്ക് എത്താൻ 20 വർഷത്തെ മൾട്ടി ലെവൽ मार्केटिंग रंगते एक्सपीरियंसुम നമുക്കുണ്ട്. हमारी फिफ्थ स्ट्रेंथ है ए यूनिक मार्केटिंग प्लान. यूनिक इसलिए है क्योंकि ये 100% डायरेक्ट सेलिंग की गाइडलाइंस को फॉलो करता है. इट इज ए लीगल प्लान. सेकंड, इसका ब्यूटी ये है कि इसमें एक व्यक्ति जो आज ज्वाइन करेगा वो व्यक्ति सभी पुराने डिस्ट्रीब्यूटर से बड़ा पैसा कमा सकता है, उनसे बड़े पिन लेवल पे जा सकता है. അഞ്ചാമത്തെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ യുണീക്ക് മാർക്കറ്റിംഗ് പ്ലാൻ. എന്താണ് യുണീക്ക് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ആർസിഎമ്മിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ പോലും ഇന്ന് ആർസിഎമ്മിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉയർന്ന പിന്നുള്ള ആളെക്കാൾ ഉയർന്ന് അടുത്ത തലത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രത്യേക ഡിസൈനാണ് മാർക്കറ്റിംഗ് പ്ലാനുള്ളത്. വളരെ സുതാര്യമായിട്ടുള്ള, വളരെ കൃത്യതയുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ. हमारी छठी स्ट्रेंथ है ए डेडिकेटेड एजुकेशन सिस्टम, यूनिक एजुकेशन सिस्टम. നമ്മുടെ ആറാമത്തെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. पूरी लीडरशिप एक साथ यूनाइटेड है, एक जगह बैठती है, प्लान करती है. उस प्रकार की व्यवस्था की जा रही है कि एक व्यक्ति अगर J&K में काम कर रहा है या वो तमिलनाडु में काम कर रहा है, दोनों को एक जैसी एजुकेशन मिले. उसको कहीं से अगर सपोर्ट नहीं मिल रहा है तो एजुकेशन सिस्टम उसको सपोर्ट करे. ഇവിടെ ഒരു സിസ്റ്റം, അതായത് എല്ലാ ലീഡർമാരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഏതാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഗുണകരമെന്ന് ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്നു. ഇതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അദ്ദേഹം ജമ്മു കാശ്മീരിലാണെങ്കിലും കന്യാകുമാരിയിലാണെങ്കിലും താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ട ഗൈഡൻസ് ശരിയായ രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ എന്താ പറയുക, വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. और एजुकेशन सिस्टम के माध्यम से एक बहुत बड़ा प्रोग्राम प्लान किया जा रहा है. इट इज 20th एनिवर्सरी फंक्शन. इट विल बी ऑन 22 नवंबर और ये डिजिटल सेलिब्रेशन रहेगा. 5 लाख से ज्यादा लोग इस प्रोग्राम को मिनिमम लाइव देखेंगे, ऐसा हमने एक टारगेट लिया है. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആർസിഎമ്മിന്റെ 20ാമത്തെ ആനിവേഴ്സറി നമ്മൾ നവംബർ 22-ാം തീയതി ആദ്യമായി ഡിജിറ്റൽ സെലിബ്രേഷൻ ആയിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഡയറക്ഷനിലാണ്. ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം ആളുകളെയെങ്കിലും ലൈവായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. इस मीटिंग के तुरंत बाद में एक जो लीडिंग कंपनी है डिजिटल इवेंट ऑर्गेनाइजेशन में, वर्ल्ड की लीडिंग कंपनी के साथ में एक वीडियो कॉन्फ्रेंस है जिसमें हम बहुत डिटेल में इसमें बातचीत करेंगे. और ये एक ऐसा डिजिटल सेलिब्रेशन होगा जो इंडिया की डायरेक्ट सेलिंग इंडस्ट्री में आज से पहले कभी नहीं हुआ होगा. ലോകത്തിലെ തന്നെ ഡിജിറ്റൽ ഇവന്റ്സ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഒരു വലിയ ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രംഗത്ത് ലോകത്ത് തന്നെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഏറ്റവും വലിയൊരു ഇവന്റ് ആയിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. आरसीएम बिजनेस ने हमेशा रिकॉर्ड्स बनाए हैं. हमने
1.5 लाख लोगों का लाइव प्रोग्राम किया है। हमने देश के अलग अलग कोनों में एनिवर्सरी सेलिब्रेट किए हैं और एक बार फिर हम लोग इंडियन डायरेक्ट सेलिंग की सबसे बड़ी डिजिटल सेलिब्रेशन करने जा रहे हैं। RCM പലതരത്തിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്, റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു റെക്കോർഡ്, കാരണം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം നമ്മൾ ഡിജിറ്റലായിട്ട് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതുപോലെ പല റെക്കോർഡുകളും RCMന്റെ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സെലിബ്രേഷൻ ആദ്യമായിട്ടായിരിക്കും ലോകത്ത് തന്നെ നടക്കാൻ പോകുന്നത്. और आप अगर पूरे हिंदुस्तान के सामने रिकॉग्नाइज होना चाहते हैं तो ये 3 महीने जुलाई, अगस्त, सितंबर बहुत इंपॉर्टेंट महीने हैं. അങ്ങനെ ഈ ആനിവേഴ്സറിയുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ആനിവേഴ്സറിയിലെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഇതിന്റെ ഒരു പങ്കാളിയാകണമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 3 മാസങ്ങളാണ് ജൂലൈ, ഓഗസ്റ്റ്, सितंबर. आप जिस लेवल पे भी जा सकते हैं इन 3 महीनों में, वो वाइटल का लेवल हो सकता है, वो फाउंडर रॉयल्टी का लेवल हो सकता है, वो अपनी पिन को चेंज करने का एक गोल हो सकता है. आप पूरी ताकत लगा दीजिए और हर एनिवर्सरी प्रोग्राम में केरला हिंदुस्तान को बताता है कि साउथ इंडिया में वी आर नंबर 1. इस बार मौका है हम बताएं कि पूरे इंडिया में केरला इज नंबर 1. ഇത് ഏത് ലെവലിലുള്ള ആളാണെങ്കിലും, അത് വൈറ്റൽ ലെവലിലുള്ള ആളാണെങ്കിലും മറ്റേത് തരത്തിലാണെങ്കിലും, അവർക്കെല്ലാവർക്കും അവരുടെ പ്രാതിനിധ്യം രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഭാഗധേയം കിട്ടാവുന്ന രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്തും കേരളത്തിലെ ആളുകൾ അവരുടെ പ്രാതിനിധ്യം വളരെ നല്ല രീതിയിൽ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ആനിവേഴ്സറിയിലും നമ്മുടെ പ്രാതിനിധ്യം ശരിയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയണം. सो पूरी कोर टीम इसके लिए बहुत एक्साइटेड है और वैसा ही एक्साइटमेंट मुझे लग रहा है कि आज के बाद में केरला में देखने को मिलने वाला है. അപ്പോ കോർ ടീം, അതായത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ എന്താ പറയാ നായക സ്ഥാനം ഏറ്റെടുത്ത് ഇതിനെ ഗൈഡ് ചെയ്യുന്ന കോർ ടീം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സെലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ എക്സൈറ്റഡ് ആണ്, ഉത്സാഹഭരിതരാണ്. അതുകൊണ്ട് ആ ഉത്സാഹം നമ്മളും ഏറ്റെടുക്കണം, നമ്മളിൽ ഉണ്ടാവണം. इस एनिवर्सरी में हम लोग उन लोगों को भी स्पेशली कुछ खास लोगों को रिकॉग्नाइज करेंगे जो लोग अपनी दुकान खोले हैं, जिन्होंने एक बहुत सुंदर सा प्रोडक्ट डिस्प्ले अपने घर में किया हुआ है. उनके लिए हम लोग एक कंपटीशन रखेंगे. नंबर कितने हैं टोटल इंडिया में उनको कैलकुलेट करेंगे, स्टेट वाइज करेंगे, क्योंकि हमारा टारगेट है कि हमने 1 करोड़ घरों के अंदर में अपनी दुकान ओपन करवानी है. ഇതിനോടൊപ്പം തന്നെ അപ്പനി ദുക്കാൻ, നമ്മൾ പറയുന്ന ഹോം ഷോപ്പി അല്ലെങ്കിൽ ഡിസ്പ്ലേ വാളുകൾ, 1 കോടി ഡിസ്പ്ലേ വാളുകൾ തയ്യാറാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനും നമ്മളൊരു മത്സരം നിർണ്ണയിക്കുന്നുണ്ടാകും. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് ആരാണ്, അതുപോലെ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്പറിൽ ചെയ്തിരിക്കുന്നത്, അത്തരത്തിൽ പല മാനദണ്ഡങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ഇതും നമ്മളൊരു മത്സരത്തിന്റെ രൂപത്തിൽ ഏറ്റെടുക്കും. 1 കോടി ഡിസ്പ്ലേ യൂണിറ്റുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. सो 3 महीने में लॉकडाउन में जितना हमने रेस्ट किया है, अब उस एनर्जी को कन्वर्ट करने का टाइम आ गया है. അപ്പോൾ ലോക്ക്ഡൌണായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 മാസം വീട്ടിലിരുന്ന് ശേഖരിച്ച എനർജി മുഴുവൻ ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. हम डिजिटली चीजों को पहले नहीं जानते थे कि किस प्रकार हम लोग इस प्रकार की मीटिंग्स कर सकते हैं. आज हम लोग परफेक्ट हो गए हैं, उसका हम मैक्सिमम यूटिलाइज कर सकते हैं अगले 3 महीने में. ഡിജിറ്റലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഒരുപക്ഷെ അറിയാൻ നമുക്ക് മുമ്പ് അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ അവസരം ശരിക്ക് തിരിച്ചറിഞ്ഞ് ഇതിന്റെ ശക്തി മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. मैं दोबारा फिर अपने उस टॉपिक को रिपीट करना चाहता हूं जो आज का हमारा टॉपिक था, वाई एवरीबडी शुड ज्वाइन RCM. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും RCM ചെയ്യണം എന്ന് പറയുന്നത്? पहला कारण RCM इसलिए ज्वाइन करना चाहिए क्योंकि RCM बिजनेस से के माध्यम से हम हमारे देश में रोजगार के अवसर पैदा कर सकते हैं. ഇതില് ഒന്നാമത്തെ കാര്യം,
ആർസ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. हमारे देश की सबसे बड़ी समस्या है रोजगार, और वो आपके माध्यम से दूर की जा सकती है. आप उसमें कंट्रीब्यूट कर सकते हैं. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിന് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു മാർഗദർശിയാകാം, പങ്കാളികളാവാം. आरसीएम बिजनेस करने का दूसरा कारण है कि अगर आप आरसीएम बिजनेस करेंगे तो आप हमेशा हेल्दी रहेंगे, क्योंकि हमारे पास में हेल्थ से रिलेटेड प्रोडक्ट्स हैं. उससे इंपॉर्टेंट ये है कि हमारे पास में ट्रेनिंग है, अवेयर रहेंगे आप हमेशा हेल्थ को लेके, और आप बीमारी के साथ नहीं जिएंगे, अपितु आप स्वस्थ और लंबा जीवन जी सकेंगे. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമായതുകൊണ്ട് വളരെ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് ദീർഘായുസ്സുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവുകയില്ല. आरसीएम करने का तीसरा कारण हो सकता है कि आप अपनी जिंदगी में बहुत सारा पैसा कमाए. पैसे को लेके आपको कभी टेंशन नहीं रहेगी. आज तक शायद कोई दूसरा व्यक्ति तय करता है कि आप कितने रुपए महीना के आदमी है या कितना कमा सकते हैं, लेकिन आरसीएम बिजनेस आपको अधिकार देता है कि आप अपनी सैलरी खुद तय करेंगे कि अगले महीने मुझे कितना चाहिए और एक साल के बाद कितना चाहिए. മൂന്നാമത്തെ ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എത്ര വരുമാനത്തിലുള്ള അർഹതയുണ്ടെന്ന് മറ്റുള്ളവർ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, നിങ്ങളുടെ പഠിപ്പും വിദ്യാഭ്യാസം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ശമ്പളം മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കെത്ര വേണമെന്ന് തീരുമാനിക്കാനും അതിനനുസരിച്ച് സമ്പാദിക്കാനുമുള്ള അവസരം ആർസിഎം എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈ മാസം എനിക്ക് എത്ര വേണം, അടുത്ത മാസം എനിക്ക് എത്ര വേണം, ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു മാസം എത്ര വീതം കിട്ടണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവസരം ആർസിഎം തരികയാണ്. लॉकडाउन ने एक चीज सिखाई है हर व्यक्ति को कि आपके पास में या तो कोई सेकंड इनकम सोर्स होना चाहिए या कोई ऐसा इनकम हो, अगर एक सोर्स है तो ऐसा होना चाहिए जो कभी बंद नहीं हो. और लॉकडाउन में हमने देखा पूरी दुनिया लोग थी, लेकिन आरसीएम का पिकअप सेंटर उस समय भी लोगों की सेवा कर रहा था. उस समय भी अच्छे हेल्थ के प्रोडक्ट देके लोगों की इम्यूनिटी को बढ़ाने का काम कर रहा था. ലോക്ക്ഡൌൺ നമുക്ക് വലിയൊരു പാഠമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്തൊക്കെ സൗകര്യങ്ങളുള്ള ആളാണെങ്കിലും വരുമാനത്തിന്റെ ഒരു സോഴ്സ് കൂടെ, ഒരു സെക്കൻഡറി ഇൻകം കൂടെ, അഡീഷണൽ ആയിട്ട് ഒരു വരുമാനത്തിലുള്ള സോഴ്സ് കൂടെ നമ്മൾ എല്ലാവരും കരുതണം എന്നുള്ള പാഠം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ആർസിഎമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ അവസരം എന്ന് ഇന്ന് വെളിവായിരിക്കുകയാണ്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആർസിഎമ്മിന്റെ പിക്കപ്പ് സെന്ററുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഉൽപ്പന്നങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു, ആർസിഎമ്മിന്റെ വരുമാനം നേടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വരുമാനത്തിൽ കുറവില്ലാതെ കിട്ടിയെന്ന് മാത്രമല്ല വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാവണം. आरसीएम आप इसलिए कीजिए, आपको टाइम फ्रीडम मिलेगा, आपको सिक्योरिटी मिलेगा, आपको रिकॉग्निशन मिलेगा. നിങ്ങൾ ആർസിഎം ചെയ്യേണ്ടത്, നമുക്ക് അറിയാം, നമുക്ക് ആരോഗ്യം കിട്ടും, സമ്പത്ത് കിട്ടും, എന്താ പറയാ, മാന്യത കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും. അങ്ങനെ ഒരു ജീവിതത്തെ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കിട്ടും. आपकी पर्सनैलिटी एक अलग तरह की पर्सनैलिटी हो जाएगी. आपके अंदर से एक दूसरा आदमी पैदा हो जाएगा. ഇതില് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആർസിഎമ്മിൽ നിങ്ങൾ നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തിൽ അതിശയപ്പെടും. കാരണം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പുതിയ വ്യക്തി രൂപം കൊള്ളും. നിങ്ങൾക്ക് തന്നെ അതിശയം ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. आपको एक ऐसी फैमिली मिलेगी जिसके साथ में काम करके, जिसके साथ में रह के आपको इतना आनंद आएगा कि जितना आनंद शायद आपने जिंदगी में कभी महसूस नहीं किया होगा. ആർസിഎമ്മായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വലിയ കുടുംബ പശ്ചാത്തലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആനന്ദം സമ്മാനിക്കും. കാരണം നിങ്ങളുടെ സാധാരണ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങളും ആ ബന്ധങ്ങളോടുള്ള സന്തോഷവും നിങ്ങളെ വലിയ ഒരു ആനന്ദാതിരയത്തിൽ എത്തിക്കും. അതാണ് ആർസിഎമ്മിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. सो ये एक ऐसा कंप्लीट पैकेज है कि इस पैकेज में सब कुछ इंक्लूड है. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആർസിഎം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം തരാൻ കഴിയുന്ന ഒരു വലിയ പാക്കേജാണ്. എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തരാൻ കഴിയുന്ന ഒരു കൽപ്പവൃക്ഷത്തിന് സമാനമായ ഒരു പാക്കേജാണ്. केरला में आरसीएम बिजनेस
बहुत अच्छा हो रहा है, लेकिन इससे कहीं ज्यादा अच्छा होने की संभावनाएं हैं, क्योंकि केरला हिंदुस्तान का सबसे शिक्षित राज्य है। കേരളത്തിൽ ആർട്സ് ആൻഡ് ബിസിനസ് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ കേരളത്തിന്റെ ശക്തി അനുസരിച്ച് അല്ലെങ്കിൽ സാധ്യത വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ പല മടങ്ങ് വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നമായ നാടാണ് കേരളം. मैं इस उम्मीद के साथ अपनी बात खत्म कर रहा हूं कि इस एनिवर्सरी में 20th एनिवर्सरी में केरला फिर हिंदुस्तान को लीड करेगा. ഈ വരുന്ന ആനിവേഴ്സറിയിലും കേരളം ആർസിഎമ്മിന്റെ വളർച്ചയുടെ കാര്യത്തിൽ ഭാരതത്തില് ഒന്നാം സ്ഥാനത്തായിരിക്കും അല്ലെങ്കിൽ മുൻപന്തിയിലായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. मैं देख पा रहा हूं कि केरला के जितने भी टॉप अचीवर्स हैं वो सारे के सारे इस प्रोग्राम को अटेंड कर रहे हैं. आप सबने इस प्रोग्राम को प्रायोरिटी पे रखा. मैं आप सबका बहुत आभारी हूं. थैंक यू वेरी मच. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ എല്ലാ സീനിയർ ലീഡർമാരും വളരെ ഉത്സാഹത്തോടു കൂടി മുഴുവൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. Thank you, Murthy sir, for wonderful translation, and because of your translation I am able to learn many words of Tamil. തമിഴ് Sorry, Malayalam. എന്റെ സംഭാഷണം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ആളുകൾക്ക് അത് കാര്യമായിട്ട് മനസ്സിലാകുന്നു. മാത്രമല്ല എനിക്ക് ധാരാളം മലയാളം വാക്കുകൾ പഠിക്കാൻ അവസരം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. Thank you so much. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള സാറിന്റെ സെഷനിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്നത്തേത്. നമുക്ക് സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഈ സമൂഹത്തിലുണ്ടായ ഒരു വിപത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും നമ്മൾ കേരളത്തില് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ അതിഥി ഡയമണ്ട് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. 100-ൽ കൂടുതൽ ആളുകളുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ പുറകിലിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖഭാവമോ അല്ലെങ്കിൽ ആ ഭാവങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ എന്താ പറയാ ഭാവഭേദങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. सर मैं यही बोल रहा था कि अगर हम एक बड़ा हॉल में है, आप गेस्ट है, आप स्टेज में होंगे, जो पीछे बैठा है लोगों को इतना नजदीक से आपसे सुन नहीं पाएगा, लेकिन हर व्यक्ति को ऐसा फीलिंग होता कि आप मतलब उनके नजदीक में है, वो उनसे बात कर रहा है. I am very emotional about Kerala. Always I am very emotional. Thank you sir. Thank you so much. Thank you.